മോനെ ആ സാബിൽ നഗറിന്റെ ബോർഡ് കാണണം, അവിടെ നിർത്തിക്കൊള്ളിട്ടാ. രണ്ടാളും പാടെ വരണേ. ഞങ്ങള് ആസ്പത്രിയിലേനും ഓള് കൊറേ ദിവസം ആ ആസ്പത്രിയിൽ ഡിസ്ചാർജ് ആക്കിയാണ് വരികയാണ്. അങ്ങാടിക്കാ ഞാൻ അങ്ങാടിക്കാണ്. ഹലോ, അസ്കറാജിന്റെ വീട് ഏതാ? എന്റെ വിഷയം എന്താ? മൂപ്പരെന്താ സ്ഥലം കൊടുക്കാണ്ടെന്ന് പറഞ്ഞിട്ട്. സ്ഥലോ? ആരും അങ്ങോട്ട് പറഞ്ഞത്? എനിക്ക് വിളിച്ചിരുന്നു മൂപ്പര്, എന്റെ നമ്പർ ആരോ കൊടുത്തതാണ്. അയാളെ വീട് ഇവന്റെ വക്കിലാണ്. പക്ഷെ അയാളെ സ്ഥലം കൊടുക്കൂലല്ലോ. അയാൾ മക്കളിനി സമ്മതിക്കൂല. മൂപ്പര സ്ഥലം കൊടുക്കുന്നു പറഞ്ഞാണ് എന്നെ വിളിച്ചത്. എന്നാ പോയി നോക്കി. ഞാൻ ഒന്ന് പോയി നോക്കട്ടെ. സെമീമ വണ്ടി എടുക്കേ. ഹലോ ഹലോ. അല്ല, ഇജ്ജ് മാറ്റി അറിഞ്ഞുകൊണ്ടാണ്? ഇജ്ജ് എന്താ അറിഞ്ഞിക്കണെന്നാ പറയണേ? എന്തുന്നോ സ്ഥലം വെക്കുന്നുണ്ട്. കച്ചവടക്കാരതെങ്ങനെ ഒന്ന് അന്വേഷിക്കണ്. പിന്റെ അടുത്ത് ഒന്നാണ് അന്വേഷിച്ചല്ലോ. ചേരടില്ലേ? എന്നാ ചേർ നിക്ക്, ഞാൻ വരാം. പാപ്പരത്തിന് പോയി നോക്കണം. എന്നായിക്കോട്ടെ, ഇങ്ങോട്ട് വാ. അത് അങ്ങനെ വിട്ടാൻ പറ്റൂല, ഒന്ന് പോയി നോക്കാം. ആയിക്കോട്ടെ. ഒന്ന് ചോദിച്ചൂടെ അവിടൊക്കെ ഇപ്പൊ? ഇന്ത്യടാ. അല്ല, നിങ്ങൾ സ്ഥലം കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഉമ്മാനെ കാണാൻ വന്നതാ, അതാ സ്ഥലത്തിനെ കുറിച്ച് അറിയാൻ വന്നതാ? ഉമ്മാന്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, ഞങ്ങൾ സ്ഥലത്തിനെ പറ്റി അറിയാൻ വന്നത് തന്നെയാണ്. ഞാനേ ഈ മരുന്നൊന്നും ഉമ്മാക്ക് കൊടുത്തിട്ട് അറിഞ്ഞാ മതിയാ? പറ്റൂല, ഇപ്പത്തെ കാര്യം. എന്നാലേ സ്ഥലം ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കണേ. ഇന്റെ സ്ഥലം കൊടുക്കാനേ എനിക്ക് ആരും സമ്മതത്തിന്റെ ആവശ്യമില്ല. ഞങ്ങൾക്കും ചോദിച്ചാലും പറഞ്ഞ ആളുണ്ടാ, ഞങ്ങൾ നോക്കട്ടെ. നിങ്ങൾ ആരാച്ചാ നോക്കി. പിന്നെ സമുദായക്കാരുടെ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി അതെന്തെങ്കിലും തീരുമാനം അതെന്തെങ്കിലും പറയും. ഒരാളെ വന്നിട്ടുണ്ട്. അസ്സലാമലൈക്കും. പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി വന്നാണ്. ഇപ്പൊ സ്ഥലം ബുക്കാണല്ലോ, ഞങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടല്ലോ. അത് ഞങ്ങളെ മുറ്റത്താണ് ആ സ്ഥലം കിടക്കേണ്ടത്. അതാണ് വിറ്റ് കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ ഇവിടെ വണ്ടി ഉണ്ടാവുക. അതൊരു തീരുമാനമാക്കാൻ വേണ്ടി വന്നാണ്. അതിനിപ്പോ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ വാപ്പാന്റെ അടുത്ത് പോയിക്കാണ്ട് ആ ഒരു തീരുമാനമാക്കി തരണം. നിങ്ങൾക്ക് തിരക്കൊന്നും ഇല്ലാന്നുണ്ടെങ്കിലേ നമ്മൾ ഇപ്പൊ തന്നെ പോയിക്കാടാ ഒന്ന് സംസാരിക്കാം. കാരണം നിങ്ങൾക്ക് കൂടി അവകാശപ്പെട്ട മുതല് വാക്ക് വെക്കാൻ പാടില്ലല്ലോ. നിങ്ങൾ ചോദിച്ചോടല്ലോ. നിങ്ങളെ വേഗം കയറിക്കൊള്ളി. അല്ല, ഞങ്ങളെ വണ്ടി ഉണ്ട് പുറത്ത്. ഞങ്ങളെ വണ്ടി ആയിക്കോട്ടെ. സമതാ, എന്താ പിന്നെ മക്കളുണ്ടല്ലോ? ഒരു കാര്യം പറയാനാ. എന്നാ കീരിക്കി. അസ്കറെ, എന്റെ മക്കള് പെരേക്ക് വന്നീന്. ഇതെന്താ എന്റെ സ്ഥലം പുറത്തേക്ക് വിൽക്കാന്ന് എന്തൊക്കെ പറഞ്ഞേക്കാണ്ട് കുറെ പരാതികൾ പറഞ്ഞ്. അപ്പൊ ഞാനിത് കേൾക്കുമ്പോ എന്നോടൊന്ന് സംസാരിച്ചിക്കാണ്ട് എന്താ ഏതാച്ചാൽ അതിനനുസരിച്ച് തീരുമാനം ഉണ്ടാക്കാറുണ്ട് ഓലയും കൂട്ടിട്ട് വന്നതാ. എത്തപ്പ എന്റെ അഭിപ്രായം, എന്താ ചെയ്യാൻ ഉദ്ദേശിക്കേണ്ടത്? സമതേ, എന്നോട് എനിക്ക് ബഹുമാനൊക്കെ ഉണ്ട്. എന്റെ സ്ഥലം എന്തായാലും ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഞാൻ പുറത്തുള്ള ആൾക്കാർക്ക് കൊടുക്കുകയാണെങ്കിൽ സെന്റിന് 4 ലക്ഷം റുപ്യ വെച്ച് ഞാൻ കൊടുക്കുള്ളൂ. ഇനി അതല്ല, എന്റെ മുതൽ ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്റെ മക്കള് എന്നുള്ള നിലയില് സെന്റിന് പോലും 2 ലക്ഷം റുപ്യ തന്നോട്ടെ. അപ്പണ്ണി, ഈ മക്കൾക്കൊക്കെ സ്ഥലം കൊടുത്തുകാണ്ട് പൈസ വാങ്ങുന്നത് ശരിയാണോ? അവരെ മിറ്റത്തുള്ള സ്ഥലമല്ലത്. നാളെ പിറ്റേന്ന് എന്റെ കാലശേഷം ഓർക്കുള്ളതിനല്ലത്. അത് കുറിച്ച് മനസ്സിലാക്കണ്ടേ? എന്റെ പൊന്നാര സമതേ, എന്നാ എനക്കൊന്ന് കേക്കണം. എന്റെ യൗവനകാലത്തെ 10-30 കൊല്ലം ഞാൻ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് ഇവർക്കും വേണ്ടി ഉണ്ടാക്കി വിട്ട മുതലാ. ഇവരെ ഞാൻ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് ജോലി വാങ്ങിക്കൊടുത്ത് ഓർക്ക് പെര വെക്കണം എന്ന് പറയുമ്പോ പെര വെക്കാനുള്ള സ്ഥലവും ഞാൻ കൊടുത്ത്. എന്നിട്ട് ഇവര് രണ്ടാളും ഇന്റെ പെണ്ണുങ്ങൾ തിരിഞ്ഞു നോക്കണില്ല. ഞങ്ങളെ നല്ല കാലത്തെ നല്ലൊരു ഭക്ഷണം പോലും ഞങ്ങൾ കഴിച്ചിട്ടില്ല. ഇവർക്ക് വേണ്ടി ജീവിച്ചതാ. എന്റെ പെണ്ണുങ്ങളെ ഇതിന്റെ മുന്നേ ഒന്ന് ആസ്പത്രി കിടന്ന് അന്ന് ഞാൻ വിചാരിച്ച് ഇവർ രണ്ടാളും തിരക്കുള്ള ആൾക്കാരല്ലേ എന്ന് വിചാരിച്ച് സമാധാനിപ്പിച്ച് ഇപ്പൊ ഒരു 1.5 മാസമായിട്ട് എന്റെ പെണ്ണുങ്ങൾ ആസ്പത്രി കിടന്നിട്ടേ ഇവരാരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. എന്ന ഇവർക്ക് ഞാൻ സ്വത്ത് കൊടുക്കേ. എനിക്ക് എന്റെ പെണ്ണുങ്ങളെ ഞാൻ നല്ലൊരു പേരിൽ താമസിപ്പിച്ചിട്ടില്ല. ഇപ്പൊ എനിക്കും ഒരു ആഗ്രഹം, അല്ല എനിക്കും എന്റെ പെണ്ണുങ്ങൾക്ക് ആയുസ് തരുന്നിടത്തോളം കാലം ഇവരെക്കാളും സൗകര്യമുള്ള ഒരു പേരില് താമസിക്കണമെന്ന്. ഇവര് എന്തായാലും ഇന്നിന്റെ പെണ്ണുങ്ങളെ നോക്കൂല. അപ്പൊ എനിക്കത് വിറ്റേ പറ്റൂ. അല്ല സമുദാക്ക, എന്താ ഇപ്പൊ ഈ പറയണ്ടേ സ്ഥലത്തിന് പൈസ വെക്കേ? ഇപ്പൊ സ്ഥലത്തിന് പൈസ എന്ന് ചോദിച്ചാലേ അയാൾ ചോദിക്കുന്ന മര്യാദല്ലേ. അയാള് വിൽക്കും എന്ന് പറഞ്ഞാൽ വിൽക്കുകയും ചെയ്യും. 4 ലക്ഷം റുപ്യ വിൽക്കും. മക്കൾ എന്നുള്ള നിലയ്ക്ക് 2 ലക്ഷം റുപ്യ നിങ്ങൾ എടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അയാൾ പൈസ വാങ്ങിക്കണം, സാധനങ്ങളെ പേരിൽ എഴുതി തരും. ഇത് പറ്റുന്ന പറഞ്ഞോളി.
അയാളല്ലാണ്ടെങ്കിൽ പുറത്ത് ബുക്കിംഗ് ചെയ്യും. കാരണം ഉറച്ച തീരുമാനമായത്. എത്ര പറയുള്ളൂ? നമ്മളെ മുറ്റത്തുള്ള സ്ഥലമാണ്, അത് പുറത്തു പോയാൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്താ ചെയ്യാ? എന്താ ചെയ്യാന്? എടുക്കല്ലേ നമ്മുടെ ഞാൻ എടുക്കലേ അല്ല. അപ്പൊ എന്തെയ്യത്? എന്തെങ്കിലുമൊക്കെ ഒന്ന് കുറച്ച് തരൂലേ? ഒന്നും കുറച്ച് എനിക്ക് തോന്നില്ല. അജരാ ഒന്നുകൂടെ എന്താണ് ഇയ്യടാ പിന്നെ എന്റെ മക്കള് ഇജ്ജ് പറഞ്ഞ പൈസക്ക് വാങ്ങാൻ തയ്യാറാണ്. അത് എപ്പോഴാ വേണ്ടി, എന്നാ രജിസ്റ്റർ ചെയ്യേണ്ടി എന്നുള്ളതാണ് പോലെ ചോദ്യം. ഇതാണ് സമത ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഓലത്തൊക്കെ പൈസ ഉണ്ട്. എന്റെ പെണ്ണുങ്ങൾ ആസ്പത്രിയിലായി കിടന്നപ്പോഴേ ബില്ല് അടക്കാൻ വേണ്ടിട്ട് ഞാൻ ഒരുപാട് തവണ ഓല പിടിച്ച്. അപ്പൊ ഓലിനോട് പറഞ്ഞെന്താ നക്കപ്പാള പിടിച്ച വർത്താന. അപ്പൊ ഇനി മുതലേ ബാപ്പാക്കും ഉമ്മാക്കും വേണ്ടിട്ട് ബാപ്പിമ്മ ഉണ്ടാക്കിയിട്ടേ പറ്റൂ. ഓലോടെ എപ്പോഴാച്ചാ ഞാൻ രജിസ്റ്റർ ആക്കി കൊടുത്താൽ മതി. ആ പൈസ തരാം. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞോളാം. അമീറ ഇവിടെ ഉണ്ടാവില്ല. എനിക്ക് ഒരുപാട് പരിപാടികളുണ്ട്. കുട്ടികൾക്ക് സ്കൂളും മദ്രസും പിന്നെ പണിക്കാരും ഒരു കഥയാണ്. ഇവിടെ ഉണ്ടാവില്ല. ഞാനും പോവാണേ. എനിക്ക് കുട്ടികളെ സ്കൂൾക്ക് പറഞ്ഞേക്കണ്ടേ. ഒരുപാട് പരിപാടികൾ ഇട്ടെറിഞ്ഞാണ്ടല്ലേ 3 നേരം നിന്നതന്നെ. അസ്സലാമലൈക്കും. ഞാൻ ഇപ്പാനെ ഡെത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോയത്. നിങ്ങളൊക്കെ എവിടെ നിങ്ങള്? അല്ലേ കുറച്ച് തിരക്കുണ്ട്. പിന്നെ കുട്ടികളെ സ്കൂളും പിന്നെ പണിക്കാരും ഉണ്ട്. അബ്ജു ഉണ്ടാവില്ല? എനിക്കും തിരക്കുണ്ട്. ഞാനും പോണ കാക്കാണ്ടപ്പേ. അത് ശരി. അപ്പൊ നിങ്ങൾ രണ്ടാളും പോവാ. ഞാൻ പലരോടും പറഞ്ഞൊരു കാര്യമുണ്ട്. അത് നിങ്ങളോടും കൂടിയാണ് പറയണേ. കാരണേ നിങ്ങളെ ബാപ്പ അന്ന് നിങ്ങളെ ഉമ്മാക്കും വേണ്ടി ആ സ്ഥലം നിങ്ങൾക്ക് വിറ്റുകാണ്ട് ഒരു വീട് ഉണ്ടാക്കിയതുകൊണ്ട് ഇന്ന് ഉമ്മാക്ക് ഇവിടെ സുഖമായിട്ട് ജീവിക്കാനും ഒരു പണിക്കാരത്തിനെ വെക്കാനും ശമ്പളം കൊടുക്കാനുള്ള സാമ്പത്തികം അയാൾ ഉണ്ടാക്കിയിട്ടതുകൊണ്ട് ആ ഇമ്മന്ന് അനാഥാലയത്തിൽ പോവാതെ രക്ഷപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങളെ ബാപ്പ ഒരു ദീർഘവീക്ഷണയോട് ചെയ്ത കാര്യം അത് വളരെ നല്ല കാര്യം. അല്ല നിങ്ങളൊക്കെ വിശ്വസിക്കാണ്ടാക്കിക്കണമെങ്കിൽ എന്തൊക്കെ അവസ്ഥ? വൃദ്ധ സ്ഥലത്ത് കുട്ടിയാക്കിണ്ടാവും. ഇപ്പൊ എന്ത് മനുഷ്യന്മാരെ നിങ്ങളൊക്കെ മക്കള്. പിന്നെ നിങ്ങളെ വാപ്പ മരിച്ചിട്ട് 3 ആയിട്ടുള്ളൂന്ന്. സാധാരണഗതിയിൽ മക്കള് 40 അല്ലെങ്കിൽ 14 വരെ അങ്ങ് നിൽക്കും, എത്ര ബിസിയുള്ള ആളാണെങ്കിലും. ചോര നീരാക്കിക്കാണ്ട് നിങ്ങളെ വാപ്പ നോക്കിയതും പോറ്റിയതും നിങ്ങളെ ഈ ലെവലിൽ എത്തിച്ചതും അത് മറക്കണ്ട. നിങ്ങള് നാളെ നിങ്ങളൊരു വാപ്പയാണ്, ഓർമ്മ ഉണ്ടായിക്കോട്ടെ.